ഹലോ, ഞാനിപ്പോൾ ഉള്ളതേ ഈ എറണാകുളത്ത് ഗിരിധർന്ന് പറഞ്ഞ ഒരു ഐ ഹോസ്പിറ്റലാണ്. ഇത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ 13-ാം തീയതി ദുബായിൽ നിന്ന് വന്നാണ് കണ്ണിൻ്റെ പ്രോബ്ലംസ്. അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ശരിയാവാണ്ട് അവിടുത്തെ ഡോക്ടറിനെ പറഞ്ഞ നാട്ടിൽ പോക്കളാണ്. അങ്ങനെ ഇവിടെ 1-2 ഹോസ്പിറ്റലിൽ പോയി നമുക്ക് ഒരു കുറവില്ല. പക്ഷെ ഇവിടെ വന്ന് ഈ ഒരു ഹോസ്പിറ്റൽ ഡോക്ടറുടെ പേര് ദിവ്യ ഗിരിധർ. ഈ ഹോസ്പിറ്റലിൻ്റെ ഓണറെ മോളെ നടന്നു നടക്കട്ടെ കാരണം ചെറിയ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ആദ്യം ഒരു ഡോക്ടറെ കണ്ടു, ദിവ്യ ഗിരിധർ. ആ ഡോക്ടറിനെ ഇവിടെ ഒരു 3-5 ഡോക്ടറെ അടുത്ത് കണ്ട് ചെക്ക് ചെയ്തു. കാരണം ഈ കണ്ണിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള വിഭാഗങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ കോർണിയ, അങ്ങനെ ഒരേ ഡിവിഷനിൽ. അപ്പോൾ നമ്മളെ പ്രോബ്ലം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ഈ മാഡം ഒരു 5 ഡോക്ടറെ കണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല കുറവുണ്ടിട്ട് പൂർണ്ണമായിട്ട് മാറിയെന്നല്ല. ഞാൻ ഇപ്പോൾ ദുബായിൽ ഒരു 5 ദിവസം ലീവിന് വന്നതാ. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എത്ര ദിവസം കൊണ്ട് നടക്കില്ല, 5-6 മാസം ഇത് ചെയ്യണം. പക്ഷെ എനിക്ക് പോസിറ്റീവായുള്ള ഒരു നല്ല റിസൾട്ട് ഇവിടെ നിന്ന് കിട്ടി. അപ്പോൾ ആരെങ്കിലും ഇതുപോലെ കണ്ണിൻ്റെ ഇഷ്യൂസ് ഉണ്ട്, എവിടെ പോകണമെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കണമെങ്കിൽ ഇവിടെ വന്ന് നോക്ക്. ഇത് കടവന്തരയാണ്. നിങ്ങൾ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഇതിൽ അപ്പുറത്ത് കാണാൻ. പിന്നെ ഞാനിവിടെ എറണാകുളത്താണ് ഉള്ളത്. ഞാൻ ഈ കണ്ണിൻ്റെ ഇഷ്യൂസ് കാരണം എറണാകുളത്ത് വന്ന് ഭയങ്കര വേദനയും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ഇവിടെ ഒരു ഹോസ്റ്റലിലാണ് തങ്ങിയത്. അപ്പോൾ മെൻസ് ഹോസ്റ്റലാണ്, നല്ല ഹോസ്റ്റലാണ്. ഞാൻ ഇതിനോടൊപ്പം തന്നെ അതിൻ്റെ വീഡിയോസും എങ്ങനെയുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എറണാകുളത്ത് തങ്ങണമെങ്കിൽ അവർ ഫുഡടക്കം ഉള്ളതാണ്. നല്ല നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയതിൻ്റെ പേരിൽ ഞാൻ വീഡിയോ ചെയ്യണം. ഇതും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ആരിനെ പോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് കണ്ണിന് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ എവിടെ പോകും എന്നാലോചിച്ച് പകച്ചു നിൽക്കുന്നവരോട് ഇതിപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നത്. അതുപോലെ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് കരുതി ഞാൻ ഇടുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഞാൻ ലോഡ്ജിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടും. ഓക്കെ, ഞാൻ ഈ കടവന്തര പറഞ്ഞ മെട്രോയിലുകൾ വന്നിറങ്ങി ഇവിടെ നിന്ന് ഓട്ടോ വിളിച്ച് പുറത്തേക്ക് പോയിട്ടില്ല ഈ ഹോസ്പിറ്റൽ. ഞാൻ കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കും. അപ്പോൾ എൻ്റെ കണ്ണ് ഒരുവിധം നോർമലാണ്. പക്ഷേ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു കണ്ണ് തീരെ കാണാണ്ട്, അതും വേദന കൊണ്ട് മറ്റേ കണ്ണും കാണാത്ത അവസ്ഥയിലാണ് വന്നിരുന്നത്. അപ്പോൾ ആരെങ്കിലും കണ്ണുകൊണ്ട് ബുദ്ധിമുട്ട് ഒറ്റക്കൊക്കെ വരണമെങ്കിൽ ഇത് തന്നെ മെട്രോയിൽ വരണമെങ്കിൽ കടവന്തര കേട്ടോ. ഇറങ്ങാം 40 രൂപ പോയിന്റ് ഓട്ടോ ഹോസ്റ്റലിലേക്ക് പോകണേ. അപ്പോൾ തിരിച്ചു വന്നിറങ്ങി ഇവിടെ താമസിക്കുന്നത് ഇതിപ്പോൾ കലൂര് സിഗ്നല്. ഈ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് പോവാം. അപ്പോൾ ഒരു കാവുങ്ങൽ അമ്പലമുണ്ട്. ഞാൻ റൂട്ട് കാണിച്ചിരുന്ന ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലിൽ ഫുഡ് ആൻഡ് അക്കോമഡേഷനുള്ളതാണ്. അപ്പോൾ ഹോസ്റ്റലിൽ ആർക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്ത് അവിടെ താമസിക്കട്ടെ. നല്ല ഹൈജീനിക് ഫുഡും കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് വെച്ച തലവശമൊക്കെ ഒന്നും ഉപയോഗിക്കില്ല. ഫ്രിഡ്ജ് പോലും ഇല്ല അവിടെ. എൻ്റെ ഓണർ ഉപയോഗിക്കുന്നത് ഫ്രിഡ്ജ് വാങ്ങിയാൽ കാശിലാണ്ടല്ല, പഴയതൊന്നും ഉപയോഗിക്കില്ല. അപ്പോൾ എനിക്ക് താല്പര്യമാണെങ്കിൽ നമ്പർ കോണ്ടാക്ട് ചെയ്യാം. ഞാൻ ഡീറ്റെയിൽസ് ഇടാം. എനിക്ക് അവിടെ താമസിച്ചിട്ട് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത് എന്നാണ്. ഇത് കലൂർ സിഗ്നൽ കേട്ടോ. അതിന് ബോർഡൊക്കെ നോട്ട് ചെയ്ത് ആർക്കെങ്കിലും വരാനായിരിക്കും. കലൂർ സിഗ്നലിൽ ഈ കാവുങ്ങൽ അമ്പലത്തിലോട്ട് തിരിയുമ്പോൾ ഇവിടെ ഒരു കനറ ബാങ്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കനറല്ല SBI ബാങ്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പാവംകുളം ശ്രീ മഹാദേവ ക്ഷേത്രം. അത് കഴിഞ്ഞിട്ട് ഒരു ജംഗ്ഷൻ ഉണ്ട് കേട്ടോ. പാവംകുളം അമ്പലം കഴിഞ്ഞിട്ട് മുന്നോട്ട് വന്നാൽ ആലങ്കുടി ഒരു ജംഗ്ഷനിൽ റൈറ്റ് ഇടപാട് ഈ ഷോപ്പിൻ്റെ അവിടെ റൈറ്റ്. ഇത് അങ്ങോട്ടും വഴിയിട്ട് വേറെ ആലങ്കുടി കവല ജംഗ്ഷൻ നോട്ട് ചെയ്തത്. ഇവിടെ നിന്ന് റൈറ്റിലോട്ട് തിരിയാം. ഈ ഷോപ്പിനോട് ചേർന്ന് ആ ജംഗ്ഷൻ ഇങ്ങോട്ട് തിരിഞ്ഞാൽ റോഡ് ഇങ്ങോട്ട് റൈറ്റ് തിരിഞ്ഞ് വന്നാൽ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ബിൽഡിങ്ങാണ്. ഇതിനോട് ചേർന്ന് റൈറ്റിലോട്ട് ഈ വഴി ബിൽഡിങ് ഷോർട്ട് ചെയ്തത് കേട്ടോ.
നമുക്ക് ആരോട് ചോദിക്കേണ്ട ഈ വഴി ഈ ജംഗ്ഷനിൽ നിന്ന് ഈ റോഡിലേക്ക് തിരിയുക. നേരെ പോരുത്, ഇവിടെ നിന്ന് റൈറ്റ് തിരിച്ചാൽ ഈ റോഡ് കേട്ടോ, ഈ കട്ട വിരിച്ച റോഡ്. ആ കട്ട വിരിച്ച റോഡ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഗേറ്റ് ഇട്ടാ, ഇത് ആ കാണുന്നതാണ് നമ്മ പറഞ്ഞ സംഭവം. അതെവിടെയാണ് താമസിക്കുന്നത്, ഈ വെള്ളിയിൽ ശാന്തമായ ഏരിയയാണ്, സിലരിച്ച ഏരിയയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ ഒരു കോണ്ടാക്ട് ചെയ്യാനൊരു പയ്യനുണ്ട്, അവനോട് സംസാരിക്കാം. ഇവിടുത്തെ സെറ്റപ്പ് കാണണമെങ്കിൽ പരമാവധി നീറ്റ് ആൻഡ് ഹൈജീനിക്കാണ്. ഇത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയാലും അവിടെ കൊണ്ടുവന്ന് ആവശ്യമുള്ള എടുത്ത് കഴിക്കും. പിന്നെ ഇതാണ് ഇവിടെ കിച്ചൺ, നല്ല ഹൈജീനിക്കായിട്ട് ഇതാണ്. ഇവിടെ ഫ്രിഡ്ജൊന്നും ഇട്ടില്ല കേട്ടോ. ഇതിന് ഓണറോടെയും ചോദിച്ച് പഴയ ഭക്ഷണം ഒന്നും ഇവിടെ സ്റ്റോർ ചെയ്യേണ്ട പരിപാടിയില്ല, അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. പരമാവധി നീറ്റായിട്ട് ഇതാണ് കുക്കിംഗ് സ്ഥലമൊക്കെ കണ്ടില്ല, നല്ല നീറ്റായിട്ട്. ഇപ്പോൾ ഇവിടെ ഹെൽത്തുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കാനൊന്നുമില്ല, അവർ ഒറ്റയടിക്ക് ടാറ്റ പറഞ്ഞായിട്ട് പോണ പരിപാടി. കാരണം ഇവിടെ ബാഡ് സ്മെല്ല് അങ്ങനെ വൃത്തികേടായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ റൂമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ ഒരു പയ്യനുണ്ട് ഇൻചാർജ്, അവനെ കിട്ടണം.